ഹായ്. ഇന്ന് ഞാൻ കളിപ്പാട്ടങ്ങളെക്കുറിച്ചോ ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ചോ സയൻറ്റിഫിക്കായ വിവരങ്ങളെക്കുറിച്ചോ പറയാനല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ടോയ് ടോക്സ് ഇപ്പോൾ 120 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു മനോഹരമായ കമ്മ്യൂണിറ്റിയായി മാറിയിരിക്കുകയാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലോ കോമഡിയോ അല്ലെങ്കിൽ വൈറലായ വാർത്തകൾ കൊടുക്കുന്നതോ ആയ ഒരു ചാനലല്ല. എന്നിട്ടും നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നെ വിശ്വസിച്ച് എനിക്ക് നൽകിയ ഈ 120 കുടുംബങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. എന്നെ വിശ്വസിച്ച് കൂടെ വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. മുബഷിർ, എന്തിനാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെക്കുറിച്ചും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും സംസാരിക്കാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എന്ന്. ദുബായിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി വർക്ക് ചെയ്യുന്ന ഞാൻ എന്തിനാണ് ഈ യൂട്യൂബ് ചാനലുമായി വന്നിരിക്കുന്നത്? അതിന് പിന്നിൽ വളരെ വ്യക്തിപരമായ ഒരു കാര്യമുണ്ട്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ളൊരു കഥ, എൻ്റെ അനിയത്തിയുടെ കഥ. എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾ ജനിച്ചപ്പോഴേ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു സാധാരണ കുട്ടിയെപ്പോലെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനോ പ്രതികരിക്കാനോ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവൾ വളരുന്നത് കണ്ടാണ് ഞാനും വളർന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന സങ്കടങ്ങളും സമൂഹത്തിൽ നിന്ന് അവർ നേടുന്ന ചോദ്യങ്ങളും അവൾക്ക് ശരിയായ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ അവർ പെട്ട പാടുമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റോ യൂട്യൂബോ സയൻറ്റിഫിക്കായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുകളോ ഉണ്ടായിരുന്നില്ല. അവളുടെ കൂടെ കളിച്ചും അവൾക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും വളർന്നത് കൊണ്ടാകാം കുട്ടികളുടെ ലോകം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് ചെറിയ തോതിലെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ കാരണമാണ് ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന ഈ ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തത്. ഇന്ന് ഞാൻ ദുബായിലൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി വർക്ക് ചെയ്യാനുള്ള ഒരേയൊരു കാരണവും എൻ്റെ അനിയത്തിയാണ്. ഈ ഫീൽഡിൽ പഠിച്ചപ്പോഴും വർക്ക് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായ വലിയൊരു സത്യമുണ്ട്. ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം കളികളിലൂടെയും കളിപ്പാട്ടങ്ങളിലൂടെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിൽ പല മാതാപിതാക്കൾക്കും ഏത് പ്രായത്തിൽ ഏത് കളിപ്പാട്ടം കൊടുക്കണമെന്നോ കുട്ടികളുടെ വാശിയും മാറ്റങ്ങളും എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണമെന്നോ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ അന്ന് അനുഭവിച്ച ആ ഒരു കൺഫ്യൂഷൻ ഇന്നത്തെ കാലത്ത് ഒരു അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഒരു സഹോദരനും ഉണ്ടാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ടോയ് ടോക്സ് തുടങ്ങിയത്. ഇത് വെറും ഒരു യൂട്യൂബ് ചാനലല്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ശരിയായ അറിവുകൾ കൊടുക്കാനുള്ള എൻ്റെ ചെറിയൊരു ശ്രമം മാത്രമാണ്. അവിടെയാണ് നമ്മുടെ ചാനലിൻ്റെ മോട്ടോയായ പ്ലേ വിത്ത് പർപ്പസ്, അഥവാ ഓരോ കളിക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്നതിൻ്റെ പ്രാധാന്യം. വെറുതെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൂട്ടുകയല്ല, മറിച്ച് അവരുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ എങ്ങനെ കളിക്കാമെന്നാണ് നമ്മളിതിലൂടെ പഠിക്കുന്നത്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ 120 പേർ എന്നത് എനിക്ക് 120 കുടുംബങ്ങളാണ്. നിങ്ങളുടെ കുട്ടികളുടെ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും ഒരു നല്ല സുഹൃത്തായി, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എൻ്റെ അനിയത്തിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അവളിലൂടെ ഞാൻ പഠിച്ച പാഠങ്ങളും വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായി തീർച്ചയായും പങ്കുവെക്കാം. നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നതിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സംശയം എന്താണ്? ധൈര്യമായി താഴെ കമൻറ്റ് ചെയ്യൂ. നമ്മളത് ഒന്നിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഹാപ്പി പേരൻറ്റിങ്.